പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് അവരുടെ മനം മാറുന്നത് നമുക്കറിയാനൊക്കത്തില്ല. പാവം പിടിച്ച ആൾക്കാർ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവരോട് തോന്നിയാസം കാണിക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണ ജയിച്ചു. ഇപ്പോൾ അവരെനിക്ക് മന്ത്രിയായി കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരത്തേക്ക് തോന്നിയത് വെള്ളാപ്പള്ളിയുടെ കാല് പിടിക്കണമെന്ന്. അതിന് മുമ്പൊന്നും മുതൽ പാവപ്പെട്ട കോൺഗ്രസ്സുകാർ എല്ലാം കൂടെ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചു. അതായത് വെള്ളാപ്പള്ളി അവരെ വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ പോലും ഇറക്കിയില്ല. ഇപ്പം ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ച കോൺഗ്രസ്സുകാർ തന്നെ പറയുകയാണ്, ഈ നേരത്തെ ആയിരുന്നു അവരവിടെ പോരുന്നെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഈ ബിന്ദുകൃഷ്ണനെ പോലെയുള്ള കോൺഗ്രസ്സുകാരൊക്കെ ഇവർക്ക് എന്തോ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. ഈ സാധാരണക്കാരുള്ള കോൺഗ്രസ്സുകാരെ കൊഞ്ഞനെ കുത്തി കാണിക്കുകയാണ് ഈ ബിന്ദുകൃഷ്ണന്മാർ. അപ്പം പ്രിയ ബിന്ദുകൃഷ്ണ, നിങ്ങളിപ്പോൾ ഒരു മന്ത്രിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഔചിത്യം കാണിക്കണം. അല്ലാതെ കാണുന്നിടത്തൊക്കെ പോയിട്ട് കാല് പിടിക്കുകയും കാല് തിരുമ്മിയൊന്നുമല്ല നിങ്ങളുടെ കർത്തവ്യം. നിങ്ങൾക്കൊരു നാട്ടുകാർ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്, നിങ്ങളെ ജയിപ്പിച്ചു, ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അതല്ലാതെ നാട്ടുകാരുടെ കാല് തിരുമാൻ, നാട്ടുകാരുടെ അല്ല, ഈ വെള്ളപ്പള്ളിമാരുടെയും സുകുമാരൻ നായരുടെയും ഒന്നും കാല് തിരുമാൻ നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങളെ ജയിപ്പിച്ച കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്, ഇവർ നേരത്തെ ആയിരുന്നു ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ജയിക്കണമല്ലോ. ഈ ആൾക്കാരെ ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുന്നത് എന്താ പറയുന്നത്, ഒരു സാധാരണക്കാരായ ആൾക്കാരാണ്. അവർ ന്യായമായിട്ടുള്ള ഒരു ചിന്തയിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് വേണമെങ്കിൽ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ഇടപെടണം. അല്ല നിങ്ങളെപ്പോലുള്ള ഈ എന്താ പറയുന്നത്, ഈ അവസരോചിതമായിട്ട് ഇടപെടുന്ന ആൾക്കാരെ അല്ല നമുക്ക് ആവശ്യം. അപ്പം നിങ്ങളുടെ നിലപാട് നിങ്ങൾ നേരത്തെ ആക്കണമായിരുന്നു. ഇപ്പം നിങ്ങളുടെ ഈ നിലപാട് കാരണം കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത സാധാരണക്കാർക്കാണ് നാണക്കേടുണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.